സദസ്സിലുള്ള ഏവർക്കും മക്കളെ, നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ നടക്കുന്ന കലോത്സവത്തിൽ പങ്കാളികളാകുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവരും ഐശ്വര്യവും ദൈവാധീനവും ഉണ്ടാകട്ടെ. നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും നല്ല മാർക്കോടെ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സീനിയർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച ഗേൾസ് ഹൈസ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഈ വർഷം 2024 അതുണ്ടാക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഒരു സൂചനമായി ഈ ദിവസത്തിലെ ഭാഗം. കലാരംഗത്ത് അത്തറവ് കൊല്ലത്തിൽ ഏറെയായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല. എന്തൊക്കെയോ ചെയ്തു എന്നല്ല. അതിൻ്റെ കാരണം നമ്മൾ ഉപാസിക്കുന്നു, സഞ്ചരിക്കുന്നു സംഗീതം വഴിയില്ല. സംഗീതം എന്ന് പറയുന്നത് സമുദ്രമാണ്. വേറൊരു കാര്യത്തിനും ഒന്നിനും സമുദ്രത്തിനും ഒതുക്കില്ല. അപ്പം അത്ര വിശേഷപ്പെട്ട അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. 64 കലകളുണ്ടെങ്കിലും അതിൽ 1-ാം സ്ഥാനത്ത് സംഗീതം തന്നെ. ഒന്നും മോശമല്ല. നമ്മൾ കാണുന്നതിൻ്റെയും നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെയും രീതി അനുസരിച്ച് അതിൻ്റെ വലുപ്പവും ജനങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ സംഗീത രംഗത്ത് ഇത്രയും കാലമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് എത്ര കാലം ജീവിതമുണ്ടോ അത്ര കാലം അതിനെ ഉപാസിക്കുക, അത് എന്താണ് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും ബ്ലെസ്സിങ് ഉണ്ടാകുക. ആദ്യമായിട്ട് പറഞ്ഞ കാര്യം, ഈ അനുഗ്രഹം ഈശ്വരാധീനം നമുക്ക് ദൈവ നിശ്ചയിച്ച് നമുക്കുണ്ടായിട്ടുള്ള ഏത് തരത്തിൽ ഏത് മേഖലയാണ് നമുക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടായിട്ടുള്ളത് തികച്ചും പരിശോധിച്ച് ആ വഴിയുടെ സർട്ടിഫിക്കേഷൻ ശ്രമിക്കണം. എല്ലാം ചെയ്യണം, എല്ലാം അതിന് നല്ലത്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം പ്രൂവ് ചെയ്ത് നമ്മൾ ആൾക്കാരെ കൊണ്ട് മനോഹരമായിട്ട് അത് നന്നു വില എന്ന് പറയിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്നാണ് അവരുടെ പ്രയത്നത്തിൻ്റെ ഒരു ഭാഗം. അപ്പം അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ വിദ്യാഭ്യാസ സമയത്ത് നിങ്ങളൊക്കെ ഏത് വഴികളും സഞ്ചരിക്കുന്നു, എങ്ങനെയൊക്കെ ആയിരിക്കും, എന്താകണം എന്നൊക്കെയുള്ള തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത്ര ബോധമൊന്നും തോന്നില്ല. നമ്മളൊന്നും വിചാരിക്കുന്നത് വേറെ നടക്കുന്നു. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സത്യസത്യമായി സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് കാരണവന്മാരും കുട്ടന്മാരൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് അച്ഛൻ അമ്മ പത്നികളൊക്കെ നല്ലവണ്ണം മനസ്സിൽ ധരിച്ച് അത് എൻ്റെ അച്ഛനാണ്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരനാണ് എന്ന ബോധം മനസ്സിൽ നിന്ന് വിട്ടുകളയാണ് ജീവിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ല മക്കളായി ആ കുട്ടിയെ കണ്ട് പഠിക്കുന്നത് പോലെ പറയാൻ പറ്റുന്ന രീതിയിൽ എക്സാമ്പിൾ പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരായിത്തീരാൻ സ്വന്തമായി പരിശീലിക്കാൻ. അതാണ് ദൈവാധീനം കൊണ്ട് നമുക്ക് വേണ്ടത്. അതുള്ളവർ ശ്രദ്ധിക്കേണ്ട. പഠിച്ച് ഏത് മേഖലയിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും വലിയ ഉയരങ്ങളിൽ വരാനുള്ള നിങ്ങൾക്ക് ഏത് തരത്തിലും നല്ല ഐശ്വര്യവും ഐഡൻറ്റിറ്റി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വതന്ത്രമായി നമ്മൾ ആരാണെന്ന് ജനങ്ങളെക്കൊണ്ട് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം പ്രയത്നമാണ് ഏറ്റവും വലിയ പഠിക്കുന്ന വിഷയം. അത് മറ്റുള്ളവരെക്കാൾ നന്നായി ആകുന്ന അവനവന് തോന്നണം. അതൊരു വൈരാഗ്യബുദ്ധിയല്ല. എനിക്ക് നന്നാകണം, ഞാൻ ഈ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ മാത്രമായി ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ പഠിച്ചെത്തും എന്ന ഒരു ഒറ്റ തീരുമാനം അവനവനെ വേണം. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതായിട്ടുള്ള കാര്യം അതെന്തിനും നിറവ്യത്യാസമോ കറുപ്പോ വെളുപ്പോ ഒന്നും കണക്കാക്കാതെ നമ്മളെല്ലാവരും ഒരേപോലെയാണുള്ള ബോധത്തിൽ സ്നേഹിക്കുക. വളരെ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉപകാരം ചെയ്യുക.
നല്ല വാക്കും നല്ല പ്രവൃത്തി നിങ്ങൾക്കുണ്ടാക്കാൻ ഏത് കാലത്തും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിച്ചു. ഏതായാലും ഇന്നുപോലെ നിങ്ങൾ പുറത്തുള്ള ഈ കലോത്സവത്തിൽ നിങ്ങൾ ഏതൊക്കെ വിഷയത്തിലാണോ മത്സരിക്കുന്നത് അത് വളരെ നല്ല മികച്ച രീതി ആകാനും അതിനുവേണ്ടിയുള്ള സ്വന്തമായ പ്രയത്നത്തോടെ നിങ്ങൾക്ക് അതിൽ കഴിയട്ടെന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ രംഗത്ത് ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ അനവധി പാട്ടുകൾ ചെയ്തു. സംഗീത സംവിധായകമായിട്ട് 1980 ഞാൻ 79 സിനിമയിൽ കണ്ടത്. അത് ഷൂട്ടിംഗ് തുടങ്ങുന്ന 6 കൊല്ലം കഴിഞ്ഞു. പാട്ടിറങ്ങി സൂപ്പർ ഹിറ്റായിട്ട് ജനം സ്വീകരിച്ച് അത് ഹിറ്റായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് എല്ലാവരും അത് അംഗീകരിച്ചപ്പോഴാണ് വേറൊരു പാട്ടുകൾ അവസാനിച്ചത്. എന്നിട്ട് ഈ സിനിമ ഇറങ്ങാൻ 6 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ടാണ് 84 രേഖപ്പെടുത്തി കൽപ്പാന്തകാലത്തോടെ പാട്ട് 79 റെക്കോർഡ് ചെയ്യുന്നത്. അത് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന കണക്കാണ് രേഖപ്പെടുത്തുന്നത്. അതൊക്കെ കേൾക്കും. അപ്പം അതുകൊണ്ട് 84 ഈ പാട്ട് എന്നോട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. കാരണക്കാരില്ല. അപ്പം അന്ന് തുടങ്ങി ആ പാട്ട് ഞങ്ങൾ സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ പുറകെ വന്നു നദ്യാവളത്തിന് പോകുന്നുണ്ട്, നടുവലങ്ങളൊക്കെ ചാർജുകൊണ്ട് അണിയിക്കുവാനുള്ള അധികം കൊണ്ടുവന്നു. എന്നാൽ ഒരു മാത്രം വൈകിപ്പോയി. ഇത് ഓയിലേശാണ് അതിൻ്റെ സിനിമ ആഗ്രഹം. അതാണ് രണ്ടാമത് എൻ്റെ പേരിൽ വന്ന ആദ്യത്തെ സിനിമ. പിന്നെ വന്നത് വീരഭദ്രമാണ്. നഷ്ടസ്വർഗ്ഗങ്ങളെ ഇങ്ങനെ എനിക്ക് ദുഃഖ സുഖാമ അത് ശിവകാന്തത്തെ. അപ്പം ഇങ്ങനെ എല്ലാ മലയാളത്തിലുള്ള എല്ലാ മഹാന്മാരൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട കഴിവും അവരൊക്കെ തൊട്ടു ചേർത്ത് എൻ്റെ പേരിൽ കുറേ പാട്ടുകൾ ഇത് ചെയ്യാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിനു മുൻപ് പാട്ടുകാരനാകത്ത് മാസ്റ്റർ വായിച്ചപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി രേഖപ്പെടുത്തേണ്ടതും അത് ഓർമ്മയിലേക്ക് വേണ്ടി പറയും. മദ്രാസിലേക്ക് പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് ഞാൻ ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാളോട്ട് പോയ CNN കോഴ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്ത് നാട് വിട്ട് മദ്രാസിലേക്ക് പോയി. ഉന്നതരായ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ജി ദേവരാജൻ എന്ന് പറഞ്ഞ മഹാസംഗീത പ്രതിഭ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുകയും ഒരു ഗാനത്തിൻ്റെ വരികൾ എങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ആശയപരമായിട്ടുള്ള അതിൻ്റെ വ്യക്തത, ആ പാട്ട് സംഗീതാവിഷ്കരണം ചെയ്ത് നിൽക്കുന്നത് എങ്ങനെ, അതിനോട് മുന്നിൽ കൊടുത്ത് ഭയങ്കര ചെക്ക് എങ്ങനെ, ഇത് ചെറുപ്പം അത് അന്വേഷിക്കാനും മനസ്സിലാക്കാനുള്ള താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഭാഗ്യമായൊരു കണ്ടെത്തലാണ്. അപ്പം വരികൾക്ക് സംഗീതം ചെയ്യുക, ആ വരികൾക്ക് പ്രധാനപ്പെട്ട വരികൾ സംഗീതം ഇത്രയും മനോഹരമായിട്ട് തിരിച്ചു വെച്ച ആളാണ്. അത് ദേവനായ ഭാഷ അന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കി ആളന്വേഷിച്ചു പോകും. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യമാണ് വയനാട് പാട്ടുകൾ സംഗീത സംവിധാനം ജി ദേവനായ പാടുന്നതോ മെഹബൂബ്. ഈ കൂട്ടിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി ചില പോഷണങ്ങൾ എന്നോട് പാടാൻ ഞാനും അതിൽ പങ്കാളിയാണ്. അങ്ങനെ ഉണ്ടായ ബ്ലസ്സിങ്ങിൽ ദേവരാജമാഷം മലയാളം ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് എന്നെ രംഗത്തേക്ക് വരുത്തി, അല്ലെങ്കിൽ എന്നെ ആ രംഗത്തേക്കുള്ള കൈ പിടിച്ചു അരങ്ങേറ്റം കുറിക്കാൻ പറയും. അത് ചെയ്ത അമ്പലാണ്. ആ ഒരു മര്യാദ, ആ ഒരു സന്തോഷം, സ്നേഹവും ഒരുപോലെ മനസ്സിൽ കാത്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നും അത് വിട്ടിട്ടുള്ള ഒരു കാര്യമില്ല. ഇത് പറയുന്നത് നമ്മളെ വഴികാട്ടി നമ്മളെ മുൻപ് നമ്മൾ നന്നായിട്ട് ജീവിച്ചിട്ട് നമ്മളെ ഈ തരത്തിൽ വർക്ക് കൊണ്ടുവരുന്ന ആരാണോ ആ ഈ ശക്തിയാണോ അത് തിരിഞ്ഞു നോക്കി അവരെ ബഹുമാനിച്ച് അങ്ങനെ ജീവിതം ഇല്ലാത്തിട്ടുള്ള കാലം ഒരിക്കലും നമുക്ക് ഗതി ഉണ്ടാവുന്നില്ല. ഈ സ്നേഹമാണ് എന്നും വേണ്ടത്. അത് മക്കളെല്ലാവരും സ്നേഹിക്കുക, മറ്റുള്ളവരും സ്നേഹിക്കുക, ബന്ധത്തെ മറക്കാതിരിക്കുക. മലയാള ഭാഷ, നിങ്ങൾ ഏത് ഭാഷ കൈകാണിയാലും മലയാളത്തെ മറക്കാതിരിക്കുക. മലയാളം എപ്പോഴും നമ്മുടെ കൂടെ വേണം.
നമ്മൾ മലയാളികളായതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ മലയാളികളുടെ ബോധം ഉണ്ടാകണം. ഭാഷ ഏതുവഴി പഠിക്കും, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മലയാളം അറിയില്ല ഇത് പറയാൻ പാടില്ല. ഇപ്പം പുതിയ പ്രവണതയിൽ ഒരുപാട് പാട്ടുകാർ മലയാളികളെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് പാട്ടിലേക്കാണ്. അപ്പോൾ ഉച്ചാരണം വ്യത്യാസപ്പെടും. മലയാള ഭാഷയിൽ നമ്മൾ ഷാ എന്ന് പറയുമ്പോൾ ഷാ എന്ന് പറയും. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ വിഷു എന്ന് പറയും. അതെന്താ കാരണം ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ടാണ്. മലയാളത്തിൻ്റെ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഭാഷയുടെ കാര്യത്തിൽ ഒരു പഠനവും ഇല്ലാതെ നിങ്ങൾ മലയാളികളാണ് നല്ലവരായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രൈസും നിങ്ങൾക്ക് മാർക്കുകളും കിട്ടട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയട്ടെന്ന് ആസ്വദിക്കുന്നു. ഒരു ആൾക്ക് പ്രൈസ് കിട്ടിയില്ല, മറ്റുള്ളവർക്ക് കിട്ടാനൊക്കെ ദുഃഖിക്കുന്നു. അടുത്ത കളിക്കാൻ നിങ്ങൾക്കുമായിട്ട് ജയിക്കും അല്ലെങ്കിൽ മാർക്ക് വാങ്ങിക്കും എന്ന് ഉറച്ച് ആരോടും പറയാതെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മിടുക്കുകളും കിട്ടുമ്പോഴൊക്കെ അതാണ് വേണ്ടത്. എല്ലാവർക്കും നമ്മൾ കൊണ്ട് ഈ കലോത്സവം അതിഗംഭീരമായിട്ട് നടക്കട്ടെ. ചേർത്ത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരാൻ പറ്റിയത് എന്നെ വിളിച്ചതിലും നന്ദിയുള്ളവരാണ്. ഞാൻ എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.